ഇത് നമ്മളൊരു കുഞ്ഞു വീഡിയോ ചെയ്യുന്നത് ദുബായിൽ ബസ് സ്റ്റോപ്പിനെ കുറിച്ച്, ബസ് സ്റ്റോപ്പിൽ കയറുന്ന ആ നോൾ കാർഡ് റീചാർജ് ചെയ്യുന്ന കിയോസ്ക്, പിന്നെ ബസ് സ്റ്റോപ്പിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു കുഞ്ഞു വീഡിയോയാണ് ചെയ്യുന്നത്. ഇത് ഈ ആദ്യമായിട്ടൊക്കെ വിസിറ്റിനൊക്കെ വരുന്നവർക്കില്ലേ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ബസ്സിൽ കയറണം, എങ്ങനെ നോൾ കാർഡ് റീചാർജ് ചെയ്യും, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ഉള്ളവർക്ക് ഈ ചെറിയ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ദുബായ് ബസ് സ്റ്റോപ്പിൻ്റെ അകത്താണുള്ളത്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് ബസ് വരുന്നതിൻ്റെ ലിസ്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ബസ് എത്ര സമയം കഴിഞ്ഞാലാണ് വരുന്നതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെയുണ്ട്. എന്താണ്ട് എത്ര മിനിറ്റ് കഴിയുമ്പോഴാണ് അടുത്ത ബസ് ഉള്ളതെന്നുള്ളത്, പിന്നെ ഓരോ സ്ഥലത്തേക്ക് പോകുന്ന ആ ബസ്സിൻ്റെ പേരും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് ആ ബസ്സിൻ്റെ നമ്പറും കാണാം, ഇനി എത്ര സമയം കഴിഞ്ഞാലാണ് ബസ് വരുന്നതെന്നുള്ളതും കാണാം. അറബിക്കിലും ഇംഗ്ലീഷിലും എഴുതി കാണിക്കും അതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ സീറ്റിലിരിക്കുവാണ്. നാട്ടിലെ ബസ് സ്റ്റോപ്പിൽ സീറ്റ് പോലെയല്ല കേട്ടോ, നല്ല കംഫർട്ടബിളായ സീറ്റാണ് ഇതിൻ്റെ അകത്തുള്ളത്. നമുക്ക് കയറി ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാൻ സമയം നോക്കി കഴിയുമ്പോൾ എത്ര സമയം ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇതിനകത്ത് ഇരിക്കാൻ പറ്റും. അത് AC ഉണ്ട് ഇതിനകത്ത് ബസ് സ്റ്റോപ്പിൽ, അത് കാരണം സീറ്റ് തണുപ്പായിട്ടിരിക്കുന്നത്. AC ലൈറ്റും അതെല്ലാം ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് കയറി എത്ര നേരം വേണമെങ്കിലും ഇരുന്നാൽ, എത്ര ചൂടുകാലത്തും AC ഇടുന്നാൽ നമുക്ക് അങ്ങനെ ചൂട് അനുഭവപ്പെടില്ല. പിന്നെ ഇവിടെ ഇതുകൊണ്ട് ഇവിടെ ഒരു പ്രസ് ബട്ടൺ ഉണ്ട്. നമുക്ക് ഡ്രൈവർക്ക് നൈറ്റിലൊക്കെ അലേർട്ട് കൊടുക്കണമെങ്കിലോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലോ ഒക്കെ ഇവിടെ പ്രസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ബസ് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ പണ്ടൊക്കെ എപ്പോഴും ഇതിനകത്ത് ഇങ്ങനെ ഇരുന്ന് സമയമൊക്കെ നോക്കി അങ്ങനെയായിരുന്നു പോകുന്നത്. ഇപ്പോൾ കറക്റ്റായിട്ട് സമയം കാണിക്കും ഇതിനകത്ത് കാണിക്കുന്ന സമയം കൃത്യമാണ്. ഇതിൻ്റെ അകത്ത് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പാടില്ല, പിന്നെ വെള്ളം കുടിക്കില്ല, അങ്ങനത്തെ ഒന്നും പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇസക്കുട്ടി ഇവിടെ കേക്ക് തിന്നുവേണ്ടി നമ്മൾ പുറത്ത് നിർത്തിയേക്കുക. അതെൻ്റെ പുറത്തൂടെ ഏതോ കേക്കും കഴിച്ചുകൊണ്ട് നടപ്പുണ്ട് രണ്ടുപേരും കൂടെ. ഏതൻകുട്ടൻ ഇസക്കുട്ടീനെ നോക്കാനും. ഇവക്കുട്ടി കഴിച്ച് കഴിഞ്ഞുകൊണ്ട് അകത്ത് കയറിയിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തും ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ബസ്സിൻ്റെ എല്ലാം റൂട്ട് മാപ്പ്, എങ്ങനെയാണ് പോകേണ്ടത്. പിന്നെ നമുക്ക് എന്തെങ്കിലും സാഹചര്യം വന്നാൽ ബസ്സിൻ്റെ കാര്യം അറിയാനായിട്ട് നമുക്ക് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ആ നമ്പർ അവിടെയുണ്ട്. 800-9090 എന്നുള്ള ആ നമ്പർ ഇവിടെയുണ്ട്. RTA സൈറ്റിൽ പോയി നമുക്ക് നോക്കാം. ഫുള്ള് ഡീറ്റെയിൽസും നമുക്ക് കിട്ടും. ബസ്സിനുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നോൾ കാർഡ് ഉപയോഗിച്ചാണ് നമ്മൾ ബസ്സിനകത്ത് കയറുന്നത്. അപ്പം നമ്മൾ നോൾ കാർഡാണ് റീചാർജ് ചെയ്യേണ്ടത്. ടിക്കറ്റ് എടുക്കുന്നതിന് പകരം നമ്മൾ നോൾ കാർഡ് റീചാർജ് ചെയ്യുന്നു. ആ നോൾ കാർഡിനകത്ത് ബസ് കയറുന്ന ഉടനെ ബസ്സിൻ്റെ ഫ്രണ്ടിൽ സ്വൈപ്പ് ചെയ്യുന്ന സ്ഥലമുണ്ട്, അവിടെ സ്വൈപ്പ് ചെയ്യുക. അപ്പോൾ ആ കാർഡിനകത്ത് നിന്ന് ബാലൻസ് കുറഞ്ഞോളും. ഇറങ്ങാൻ നേരത്ത് പഞ്ച് ഔട്ട് ചെയ്ത് ഇറങ്ങി വരിക. അങ്ങനെയാണ്. ഇനി നമുക്ക് ബസ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കുന്ന ബോർഡ് കാണാം. ഇത് കണ്ടോ, ഇതാണ് നമ്മൾ ബസ് പോകുന്ന ഡീറ്റെയിൽസ് കൊടുത്തേക്കുന്ന സ്റ്റാൻഡ്. ഇതിനകത്ത് നോക്കി നമുക്ക് എല്ലാത്തിൻ്റെയും ബസ് പോകുന്ന കറക്റ്റ് സ്റ്റോപ്പും കാര്യങ്ങളും ഇതിനകത്ത് അറിയാൻ പറ്റും. ഏത് സ്റ്റോപ്പിൽ ഏതാണ് ബസ്സിൻ്റെ പേര്. ഇതാണ്ട് ഈ സ്റ്റോപ്പിൽ നിർത്തുന്ന ബസ്സിൻ്റെ ലിസ്റ്റാണിത് കൊടുത്തേക്കുന്നത്. ഇതാണ്ട് നമ്മൾ ഏത് സ്റ്റോപ്പിലാണ് നിൽക്കുന്നതെന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതാ ദുബായ് ഗ്രാൻഡ് ഹോട്ടൽ 2 എന്നുള്ള സ്റ്റോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് ബസ്സിൻ്റെ ആപ്പാണ്, ഈ സൊഹൈൽ എന്ന് പറയുന്ന ആപ്പ്. ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് ഫുള്ള് ഡീറ്റെയിൽസ് കിട്ടും. ഇതിൻ്റെ ബസ്സിൻ്റെ ടൈമിംഗ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഓരോ ബസ്സിൻ്റെയും ടൈമിംഗ് ആണ്, എത്ര സമയം കൂടുമ്പോഴാണ് ബസ് വരുന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത് ബസ്സിൻ്റെ സ്റ്റോപ്പിൻ്റെ ഡീറ്റെയിൽസും. ഒരു ബസ് വന്ന് നിർത്തിയിട്ടുണ്ട്, F81. ഈ ബ്ലൂ കളറ് വന്നിട്ടുള്ളത് അതിന് ഫ്രണ്ടിലൊരു മെട്രോൻ്റെ പിക്ചർ കാണിക്കുന്നില്ല. അപ്പോൾ അതായത് അത് മെട്രോ സ്റ്റേഷൻ കണക്ട് ചെയ്താണ് പോകുന്നത്. ഇപ്പം പോയ ബസ് കണ്ടു കാണും, അതിൽ F81 എന്നല്ലേ. അപ്പോൾ F കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ബസ്സും ഫീഡർ ബസ്സാണ്. ഫീഡർ ബസ് മീൻസ് ഈ ബസ് മെട്രോ സ്റ്റേഷൻ കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് കയറി കഴിഞ്ഞാൽ നമുക്ക് അടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ അവിടെ നിന്ന് മെട്രോയിൽ കയറി പോകാൻ പറ്റും. അപ്പോൾ ഉള്ളിൽ കൂടെയുള്ള എല്ലാ സ്ഥലത്തൂടെയും ഇങ്ങനത്തെ ബസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫീഡർ ബസ് കയറി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് മെട്രോയിൽ കയറിയിട്ട് നമുക്ക് പോകേണ്ട സ്ഥലങ്ങളിലേക്ക് പോകാം. ആ ബസ്സിൻ്റെ കളറ് നീലയും വെള്ളയായിരിക്കും. ഇത് ഫീഡർ ബസ് അല്ലാത്ത ബസ്സുകളാണ് ആ പോകുന്നത്, റെഡും വൈറ്റും ഉള്ളത്. ഇത് അത്യാവശ്യം വലിയ ബസ് സ്റ്റോപ്പ് ആയതുകൊണ്ട് ഇവിടെ 2 ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. 2 ബസ് സ്റ്റോപ്പിൽ ഒരുപോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ട്. ഒരെണ്ണത്തിനകത്താണ് ഈ ടൈമും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടാവുള്ളൂ. പക്ഷെ 2ലും ഇരിക്കാൻ പറ്റും നമുക്ക്. അവിടെ നിന്ന് നോക്കിയാൽ ഇതിൻ്റെ സ്ക്രീന് കാണാം. ഇത് അത്യാവശ്യം ഒരു മിഡിലായിട്ട് വരുന്ന മെട്രോൻ്റെ അടുത്തോട്ട് വരുന്ന ഒരു സ്റ്റോപ്പ് ആയതുകൊണ്ട് ഇവിടെ ഒത്തിരി ബസ് പാസ് ചെയ്ത് പോകുന്ന സ്ഥലമാണ്. ഇതാണ് ബസ്സിലും മെട്രോയിലൊക്കെ കയറുന്ന ഈ നോൾ കാർഡാണിത്. ഈ നോൾ കാർഡ് റീചാർജ് ചെയ്യുന്ന കിയോസ്കാണ് ഈ വെച്ചിരിക്കുന്നത്. ഇവിടെ മെട്രോ കാർഡ് റീചാർജ് ചെയ്യാൻ നമുക്ക് മെട്രോ സ്റ്റേഷനിൽ പോയിട്ടും ചെയ്യാം. മെട്രോ സ്റ്റേഷനിൽ പോകാതെ നമുക്കിപ്പോൾ ബസ് കയറാൻ അർജൻറ്റായിട്ട് കയറാൻ നിൽക്കുമ്പോൾ കാർഡിനകത്ത് ബാലൻസ് ഇല്ല, അങ്ങനെയൊക്കെയുള്ള സമയത്ത്
ഇങ്ങനത്തെ കിയോസ്ക് ഉണ്ട്, അടുത്തുള്ള കിയോസ്ക് ഉള്ള സ്ഥലത്ത് നമുക്ക് പോയാൽ ഇങ്ങനെ നോൾ കാർഡ് ചാർജ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോൾ കാർഡിൻ്റെ ബാലൻസ് എത്രയാണ് ഉള്ളതെന്നൊക്കെ അറിയാൻ പറ്റും. ടോപ്പ് അപ്പ് ചെയ്യാനും എല്ലാം കാർഡിൽ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും, ക്യാഷ് പേയ്മെൻറ്റും ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നോട്ട് ഇങ്ങനെ ചുളുങ്ങരുത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ചാർജ് ചെയ്ത് നമുക്ക് ബസ്സിനകത്ത് കയറാൻ പറ്റും. ഇല്ല മോനെ? അതെ അതെ, ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരുണ്ട്. ഇത് ദുബായ് ഗ്രാൻഡ് ഹോട്ടൽ എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പാണ്. അതുകൊണ്ട് ഇവിടെ അത് കാണിക്കുന്നുണ്ട്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ കാണിക്കും. ഇത് ചാർജ് ചെയ്യുക, ഇത് വെച്ചിട്ട് നമുക്ക് കാർഡ് യൂസ് ചെയ്ത് പോകാവുന്നതാണ്. ഇതാണ് കാർഡ് ടോപ്പ് അപ്പ് ചെയ്യാനുള്ളത്. നമുക്ക് പൈസ അവിടെ ചെയ്യുകയും ചെയ്യാം. ഇപ്പം നമ്മുടെ ബാലൻസ് ആണ് കാണിക്കുന്നത്.